ICU അല്ലെങ്കിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും? ജീവിതത്തിൽ അവസാന സ്റ്റേജ്, ഇനി പ്രതീക്ഷകൾ വേണ്ട, അല്ലെങ്കിൽ ICUവിൽ കയറി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ജീവിതത്തിലോട്ട് വരുമോ? വെന്റിലേറ്ററിൽ കയറി കഴിഞ്ഞാൽ വീണ്ടും ജീവനോടെ കാണാൻ സാധിക്കുമോ? ഇതെല്ലാം സിനിമകളും അതുപോലെ കെട്ടുകേൾവികളും നമ്മൾ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണയാണ്. സോ ഈ വീഡിയോയിലൂടെ ICUവിനെ കുറിച്ച് സാധാരണയായി പറഞ്ഞു കേൾക്കുന്ന തെറ്റിദ്ധാരണകൾ, എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി, രോഗിയുടെ കുടുംബം എന്ന നിലയിൽ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതിനെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ മുഹമ്മദ് മാഹിർ, കൺസൾട്ടന്റ് അനസ്തേഷ്യോളജി ആൻഡ് ക്രിട്ടിക്കൽ കെയർ ഫിസിഷ്യൻ. ഇനി എന്താണ് ICU അല്ലെങ്കിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്? അതായത് ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ 24 മണിക്കൂറും ക്ലോസ് മോണിറ്റർ ചെയ്യാൻ പ്രത്യേക പരിശീലനം ലഭിച്ച ഒരു ടീമുള്ള ചികിത്സാ വിഭാഗമാണ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും രോഗിയുടെ കണ്ടീഷൻ മോശമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ICU ഷിഫ്റ്റ് ആവശ്യപ്പെടുന്നത്. അതായത് രോഗിക്ക് 1-to-1 കെയർ, കൂടുതൽ ശ്രദ്ധ, അല്ലെങ്കിൽ ക്ലോസ് മോണിറ്ററിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റർവെൻഷൻ ആവശ്യമുള്ളതുകൊണ്ടാണ് ICU ഷിഫ്റ്റ് പറയുന്നത്. ഇതൊന്നും പലപ്പോഴും ഒരു റൂമിൽ വെച്ചോ അല്ലെങ്കിൽ വാർഡിൽ വെച്ചോ കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ICU ഷിഫ്റ്റ് അഡ്വൈസ് ചെയ്യുന്നത്. ഇനി ഇതൊരു ടെമ്പററി സ്റ്റേജാണ്. ICU എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് സ്റ്റേഷനല്ല, പലപ്പോഴും റിക്കവറി സ്റ്റേജിലോട്ടുള്ള ഒരു ബ്രിഡ്ജ് മാത്രമാണ് ICU. ഏറ്റവും സാധാരണയായി ICU അഡ്മിഷൻ അഡ്വൈസ് ചെയ്യുന്ന കണ്ടീഷൻസ്, ഇൻഡിക്കേഷൻസ് എന്തെല്ലാം നോക്കാം. ഏറ്റവും കോമൺ ആയി കാണുന്നത് എന്തെങ്കിലും സിവിയർ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ സെപ്സിസ് പോലെയുള്ള കണ്ടീഷൻസ്, മേജർ ആയിട്ടുള്ള എന്തെങ്കിലും സർജറിക്ക് ശേഷം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗൻ സിവിയർലി ഇൻവോൾവ് ആവുന്ന കണ്ടീഷൻസ്, അത് ലിവർ ആവാം, കിഡ്നി ആവാം, ശ്വാസകോശമാവാം, അതല്ലെങ്കിൽ മൾട്ടി സിസ്റ്റം, മൾട്ടി ഓർഗൻ ആയിട്ട് ഒന്നിലധികം ഓർഗൻ അവയവങ്ങളും ഒന്നിലധികം സിസ്റ്റവും ഇൻവോൾവ് ആവുന്ന അസുഖങ്ങളുള്ള സമയത്താണ് ICU അഡ്മിഷൻ അഡ്വൈസ് ചെയ്യാറ്. ഇനി ICU എന്ന് കേൾക്കുമ്പോൾ തന്നെ കൂടെ കേൾക്കുന്ന മറ്റു വാക്കാണ് വെന്റിലേറ്റർ. സാധാരണയായി പലർക്കും കേൾക്കുമ്പോൾ തന്നെ ഭയമുള്ള ഒരു വാക്കാണ് വെന്റിലേറ്റർ. അത് സ്വാഭാവികമാണ്. അതിന് സിമ്പിളായി പറയുകയാണെങ്കിൽ, രോഗിക്ക് സ്വയം ശ്വാസം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, അത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടാവാം, അതല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ബുദ്ധിമുട്ടാവാം, രോഗിയെ പിന്നെയും ഫോഴ്സ് ചെയ്യിപ്പിച്ച് ശ്വാസം എടുത്തു കഴിഞ്ഞാൽ അത് ഡാമേജ് വർദ്ധിപ്പിക്കും. സോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ രോഗിയുടെ ശ്വാസകോശത്തിന് റെസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്രിമമായി ശ്വാസം നൽകുന്ന ഒരു മെഷീനാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. പലപ്പോഴും വെന്റിലേറ്റർ താൽക്കാലികമാണ്. രോഗിയുടെ കണ്ടീഷൻ മെച്ചപ്പെടുന്നതനുസരിച്ച് വെന്റിലേറ്ററിൽ നിന്നും രോഗിയെ മാറ്റാറുള്ളതാണ്. ഇനി സാധാരണയായി ICU രോഗിയുടെ ബന്ധുക്കൾ പറയുന്ന ഒരു കൺസേൺ, ഒരു കംപ്ലൈൻ്റ് ആണ്, ഡോക്ടർ ഒന്നും തുറന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ എന്തോ മറക്കുന്നു, അത് ക്ലാരിറ്റി തരുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ. അതിന് കാരണം ICU രോഗങ്ങൾ എന്ന് പറയുന്നത് നിമിഷം തോറും മാറുന്നവയാണ്. മോർണിംഗ് സ്റ്റേബിൾ ആകുന്ന പേഷ്യൻ്റ് ഈവനിങ് ആകുമ്പോഴേക്കും കണ്ടീഷൻ മോശമായിട്ടുണ്ടാവും. ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് ICU ഡോക്ടർ ഒരു ഫാൾസ് ഹോപ്പ് അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് നൽകാതിരിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും കുറച്ച് കോഷ്യസ് ആയിട്ട് സംസാരിക്കുന്നത്. കാരണം ICU രോഗം എന്ന് പറയുന്നത് ഭയങ്കര അൺപ്രിഡിക്റ്റബിൾ ആണ്. അതുപോലെ തന്നെ മറ്റൊരു കൺസേൺ ആണ്, ICU എന്ന് പറയുന്നത് പണം പിരിക്കാനുള്ള ഒരു സ്ഥലമാണ് എന്നൊരു അലിഗേഷൻ. അതിന് കാരണം ICU എന്ന് പറയുന്നത് അവിടെ 24/7 ട്രെയിൻഡ് സ്റ്റാഫ് വേണം, ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള മോണിറ്ററിങ് എക്യുപ്മെൻറ്റ്സ് വേണം, എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈഫ് സേവിങ് ഇൻ്റർവെൻഷൻസ് ആവശ്യം വരും, ലൈഫ് സേവിങ് ആയിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടാവും. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടെല്ലാം ICU എക്സ്പെൻസീവ് ആയിരിക്കും. അതൊരു ലക്ഷറി അല്ല, പക്ഷേ ഒരു നെസസിറ്റിയാണ്. ഇനി ICU രോഗിയുടെ ബന്ധുക്കൾ അറിഞ്ഞിരിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. അതായത് രോഗിയുടെ കാര്യങ്ങൾ പലപ്പോഴും ഒരു ബന്ധുവിനോട് ടീം അല്ലെങ്കിൽ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ അടുത്ത ദിവസം വരുന്നത് മറ്റൊരു ബന്ധുവായിരിക്കും, മറ്റൊരു ബൈസ്റ്റാൻഡർ ആയിരിക്കും. ഇവർ തമ്മിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും കാര്യങ്ങൾ ഇൻഫോം ചെയ്തില്ല, അല്ലെങ്കിൽ കൺസെൻറ്റ് എടുത്തില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയുള്ള മിസ്കമ്മ്യൂണിക്കേഷൻസും ഇഷ്യൂസും ICU ഭയങ്കര സാധാരണയായിട്ട് കാണുന്നതാണ്. സോ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു സ്പോക്ക് പേഴ്സൺ ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ബൈസ്റ്റാൻഡർ, ഈ സ്പോക്ക് പേഴ്സൺ ആയിരിക്കണം സ്ഥിരമായിട്ട് രോഗിയുടെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതും അതുപോലെ ICU ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടീമിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ ഇതെല്ലാം ആവശ്യമില്ലാത്തതാണ് അല്ലെങ്കിൽ അനാവശ്യമായി ചെയ്യുന്നതാണ് എന്ന മുൻധാരണയോട് കൂടെ അതിനെ സമീപിക്കുന്നത് പലപ്പോഴും രോഗിയുടെ റിക്കവറിക്കും പ്രോഗ്നോസിസിനെയും മോശമായിട്ട് ബാധിക്കാറുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ICU റൂളുകൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ICU എന്ന് പറയുന്നത് വാർഡ് പോലെയല്ല. പേഷ്യൻറ്റ് വിസിറ്റ് ചെയ്യുന്നതിനും കൃത്യമായ റൂളുകളും റെഗുലേഷൻസ് ഉണ്ടാവും. അതെല്ലാം പേഷ്യൻറ്റ് സേഫ്റ്റിക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അതെല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നത് രോഗിയുടെ ബെറ്റർ ഔട്ട്കമ്മിന് വേണ്ടി നല്ലതായിരിക്കും. മറ്റൊരു കാര്യം സാധാരണ സംഭവിക്കുന്നത്, ഈ പല ഗൂഗിൾ ഡയഗ്നോസിസുകൾ, അതുപോലെ വാട്സാപ്പ് അഡ്വൈസുകൾ, അതുപോലെ പേഷ്യൻ്റ് കമ്പാരിസൺസ്, ഈ രോഗി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ മറ്റേ രോഗി രക്ഷപ്പെട്ടില്ല തുടങ്ങിയ കമ്പാരിസൺസ്, ഇതെല്ലാം പാനിക് സ്പ്രെഡിങ് ആണ്. ഇതെല്ലാം അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ICU എന്ന് പറയുന്നത് ഓരോ രോഗിയും ഓരോ രോഗവും വ്യത്യസ്തമാണ്. ഇനി ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഇഷ്യൂസ് നടക്കുന്ന 2 സ്ഥലങ്ങളാണ്. ഒന്ന് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റും, മറ്റേത് ICU. തീർച്ചയായും ICU രോഗിയുടെ ബന്ധുക്കൾ
ഹൈ ഇമോഷൻ സ്റ്റേറ്റിലായിരിക്കും. അതുപോലെ തന്നെയാണ് ഐ സിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, അത് ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നഴ്സസ് ആയിക്കോട്ടെ, അവരും ഹൈ ഇമോഷൻ ബേർഡൻ ഉള്ള ആളുകളായിരിക്കും. കാരണം ലോങ് അവേഴ്സ് ഓഫ് ഡ്യൂട്ടി, കണ്ടിന്യൂസ് സ്ട്രെസ്, ലൈഫ് ഡെസിഷൻസ്. സോ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ മിസ്കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് കുറച്ച് സംയമനം പാലിച്ചുകൊണ്ട് ക്ഷമയോടുകൂടെ കാമായിട്ട് ഡീൽ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഐ സി യു എന്ന് പറയുന്നത് അത് ഒരു ഭയപ്പെടേണ്ട സ്ഥലമല്ല, അതൊരു രോഗത്തിനെതിരെ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ്. പലപ്പോഴും പല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും രോഗിയുടെ ട്രീറ്റ്മെൻറ്റിനെയും ഔട്ട്കമ്മിനെയും ഡിലേ ചെയ്യും. നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് പലപ്പോഴും ഒരുപാട് റിക്കവറിയിലോട്ടും പേഷ്യൻറ്റിൻ്റെ ബെറ്റർ ഔട്ട്കമ്മിലോട്ടും ഹെൽപ്പ് ചെയ്യും. സോ ഇത് ഹെൽപ്ഫുള്ളാണ്, ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവർക്ക് മാക്സിമം ഷെയർ ചെയ്യാം.